കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചയുടെ കാറ്റ് മാറിയിരിക്കുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ UDF ജയിക്കുമോ തോൽക്കുമോ എന്നതായിരുന്നു പ്രധാന ചോദ്യമെങ്കിൽ ഇന്ന് എല്ലാവരും ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: UDF ജയിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? കേരളം മാറ്റത്തിന്റെ പാതയിലാണ്. UDFന്റെ വിജയസാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഗവൺമെന്റിനുള്ള നോക്കൌട്ട് പഞ്ച് ഏപ്രിൽ 9 ജനങ്ങൾ നൽകിയിരിക്കുന്നു. മെയ് 4 അതാണ് കേരളം അറിയാൻ പോകുന്നത്, വായിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ശത്രുക്കൾ ഒരുക്കുന്ന ഈ ചതിക്കുഴിക്ക് പിന്നിൽ ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ: UDFൽ ഭിന്നതയുണ്ടാക്കുക. പക്ഷേ ഈ നേതാക്കൾ കഴിഞ്ഞ 5 വർഷം കേരളത്തിലും ദേശീയ തലത്തിലും നടത്തിയ പോരാട്ടങ്ങൾ കാണാതെ പോകരുത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ഇരുണ്ട വർഷങ്ങളായിരുന്നു. അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടു. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരും. കേരളത്തിൽ UDFന് അനുകൂലമായൊരു തരംഗം രൂപപ്പെട്ടു വരികയാണ്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളിൽ കിട്ടുന്ന റെസ്പോൺസ് UDFന് അനുകൂലമാണ്. VD സതീശൻ വെറുമൊരു പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, തകർന്നു പോയേക്കാവുന്നൊരവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയ നായകനാണ് അദ്ദേഹം. ഞങ്ങൾ LDFൽ നിന്ന് ആ സീറ്റ് പിടിക്കണം, വലിയ മാർജിൻ. ഞാൻ ആ വർണ്ണങ്ങൾ എഴുതി വെച്ചു, വലിയ മാർജിനിൽ നിന്ന് പിടിക്കണം. അദ്ദേഹം കേരളത്തിലുടനീളം നയിച്ച റാലികൾ നോക്കുക. അതിലേക്ക് ഒഴുകിയെത്തിയ ജനസാഗരം ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. ഒരു നാടിന്റെ നട്ടല് എന്ന് പറയുന്നത് അതിന്റെ സമഗ്രതയാണ്. ഇന്ന് ഞാൻ ഈ യാത്ര നടത്തുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ UDFന്റെ ആശയങ്ങളുമായി ചേർത്ത് വെച്ച് നമ്മുടെ നാടിനൊരു മാറ്റമുണ്ടാക്കാൻ കഴിയും എന്നെൻ്റെ ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നതെല്ലാം നിങ്ങളാണ്. താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകന് ആത്മവിശ്വാസം നൽകാൻ ആ റാലികൾക്ക് കഴിഞ്ഞു. അഴിമതിക്കെതിരെ അദ്ദേഹം ഉയർത്തിയ ഓരോ ചോദ്യവും ഭരണപക്ഷത്തെ വിറപ്പിച്ചു. കോൺഗ്രസിനെ ഇത്രത്തോളം ചടുലമാക്കിയതിൽ സതീശന്റെ പങ്ക് നിസ്സാരമല്ല. അതേസമയം ദേശീയ തലത്തിൽ KC വേണുഗോപാൽ നടത്തിയ നീക്കങ്ങൾ കാണാതിരിക്കാൻ കഴിയില്ല. All the delimitation process of legislation happened only through consensus previous period. Not unilaterally. You can verify. Therefore, you never want a consensus. Therefore, you didn't want to pass this bill also. You want to show that we are opposing women reservation. You want to show that. This is not a sincere to the women reservation bill. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കോൺഗ്രസിനെ ഇന്ത്യയിലുടനീളം ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി നിന്ന് അദ്ദേഹം നടത്തിയ ദേശീയ റാലികളും പ്രവർത്തനങ്ങളും കേരളത്തിലെ UDF പ്രവർത്തകർക്കും വലിയ ഊർജം നൽകി. ഹൈക്കമാൻഡിന്റെ കരുത്തും കേരളത്തിന്റെ രാഷ്ട്രീയവും ഒരേപോലെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനാധിപത്യത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം നിലനിൽക്കുമ്പോൾ അത്തരം ചർച്ചകളിലൊന്നും ഞാൻ തൽപരനല്ല. ഞാൻ ഈ മുൻപേ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളോ അതുപോലെ ചർച്ചകളോ നെഗറ്റീവോ പോസിറ്റീവോ ചർച്ചകളോ ഒന്നുമല്ല ഇത്തിരി കാര്യം. കോൺഗ്രസ് 4-ാം തീയതി ഫലം വരട്ടെ, 4-ാം തീയതി ഫലം വരട്ടെ. എല്ലാവരോടും എനിക്ക് പറയാം. ഇതിനൊപ്പം രമേശ് ചെന്നിത്തല എന്ന മുതിർന്ന നേതാവിനെ മാറ്റി നിർത്താൻ ആർക്കും കഴിയില്ല. തന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് പാർട്ടിയെ എന്നും തുണച്ചിട്ടുള്ള അദ്ദേഹം ഗ്രൂപ്പുകൾക്ക് അതീതമായ സ്വീകാര്യതയുള്ള നേതാവാണ്. കണ്ണൂരിലും പയ്യന്നൂരിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ ഓഫീസുകൾ അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമല്ലേ, അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമല്ലല്ലോ. പാർട്ടിയും ജനങ്ങളും തീരുമാനിക്കേണ്ട കാര്യത്തിന് മറുപടി പറയേണ്ട ഒരാൾ ഞാനല്ലല്ലോ. ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UDF ഗവൺമെൻറ് തിരികെ വരിക എന്നുള്ളതാണ്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ അഴിമതിയും കൊള്ളയും നടത്തുന്ന നിർജീവമായ ഏകാധിപത്യ പ്രവണതയുള്ള ഈ ഗവൺമെൻറ് മാറണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാർ പോലും ആഗ്രഹിക്കുന്നു. ഈ 3 നേതാക്കളും ഒന്നിച്ചു നിന്നതാണ് UDFനെ ഈ വിജയപ്രതീക്ഷയിലെത്തിച്ചത്.
ഇന്ന് UDFന്റെ ശത്രുക്കൾ ശ്രമിക്കുന്നത് ഈ നേതാക്കളെ തമ്മിലടിപ്പിക്കാനാണ്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ VD സതീശനോടുള്ള താൽപര്യം പരസ്യമാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച നായകൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്ന വികാരം ശക്തമാണ്. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഈ ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കരുത്. തീരുമാനം ഹൈക്കമാൻഡിൻ്റെതാണ്. പക്ഷേ കേരളം ഇന്ന് ആഗ്രഹിക്കുന്നത് പക്വമായ ഒരു നേതൃത്വമാണ്. നിങ്ങൾ പറയൂ, സതീശൻ നയിച്ച ആ റാലികൾ നൽകിയ ആവേശം ഭരണം പിടിക്കാൻ സഹായിക്കുമോ? നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ആരാണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.